ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ KMC ഹോസ്പിറ്റലിലാണ്. സ്കാനിങ്ങിനാണ് വന്നത്. അമ്മയുണ്ട്, കുഞ്ഞുണ്ട് കൂടെ. അമ്മ ഒരു ഹൈ. കുഞ്ഞാവച്ചി അപ്പുറത്ത് ഇരിക്കുക. അവനെ ഫോൺ കിട്ടിയപ്പോൾ ഹനുമാൻ ചാലിസ കേൾക്കണമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നുണ്ട്, കേട്ടോണ്ടിരിക്കുക. സ്കാനിങ് ഇന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയി. എന്താണെന്ന് വെച്ചാൽ അനക്കും 2 ദിവസമായിട്ട് കുറവായിരുന്നു. അപ്പം ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് 14 എന്നുള്ളത് 9-ാം തീയതിയിലേക്ക് മാറ്റാനാണ്. അപ്പം അങ്ങനെ ഇപ്പം സ്കാനിങ്ങിന് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പഴയ ഫയലൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നത് ഓട്ടോയിലാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അവയർനെസ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇ കൊമേഴ്സ് ഡെലിവറി എന്ന് പറയുന്ന കൊറിയർ പാർട്ട്നേഴ്സ് വഴി നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പലതും വരുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എല്ലാ ആപ്ലിക്കേഷൻസും ഒന്ന് ഞാൻ നോക്കിയപ്പം ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തിട്ട് ഇവർ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഓർഡർ ചെയ്തതിന് കാരണം വരുന്നത് ചോദിക്കുമ്പം പറയുന്നത്, കാനറ ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാർകോഡ് വരും, അല്ലെ ഞങ്ങൾ വരുമ്പോൾ OTP വരും, അത് പറഞ്ഞു തന്നാൽ മതി എന്നും പറഞ്ഞാണ് പറയുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ പോയി ചാടാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാങ്കിന്റെ കാര്യം പറഞ്ഞ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബാങ്കിൽ പോയി തിരക്കി അവരുടെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. അവരുടെ ആൾക്കാരുമായിട്ട് മാനേജറുമായിട്ട് പറഞ്ഞാൽ മതി, മാനേജറാണെങ്കിലും സംസാരിക്കും. അപ്പം അങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഗ്രോത്ത് സ്കാനിങ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം സ്കാറിൻ്റെ തിക്നെസ് എത്ര ഉണ്ടെന്ന് നോക്കണം. ഹാർട്ടിൽ ചെറിയൊരു 2 ഹോൾ ഉണ്ടായിരുന്നു, അതൊന്ന് അടഞ്ഞായിരുന്നു. അനോമലി സ്കാൻ ചെയ്ത സമയത്ത് 2 ആയിരുന്നു. പിന്നെ ആഴ്ച കഴിഞ്ഞ് വെച്ചിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേറെ ഫീറ്റിലാക്കോ ചെയ്തായിരുന്നു. അന്നേരം 1 ഉള്ളായിരുന്നു. ഇപ്പോൾ അത് നോക്കിക്കണം, സാറിനോട് പറയണമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം സ്കാർ തിക്നെസ്, പിന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്ത്, കുഞ്ഞിൻ്റെ വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഫ്ലൂയിഡ് എല്ലാം കറക്റ്റാണോ എന്നുള്ളതും എല്ലാം നോക്കണം. അതെല്ലാം നോക്കി സ്വസ്ഥമാകത്തുള്ളൂ. സ്കാൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ റിപ്പോർട്ട് എടുക്കണം. റിപ്പോർട്ട് വരണം, എന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരാൾ പിണങ്ങിയിരിക്കുക. സ്കാൻ ചെയ്യുന്നതിന് കുഞ്ഞാവെ കാണിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇത് വരുന്നുണ്ട്. ആകെപ്പാട് ഇച്ചിരി കലിപ്പില്ല, കാണിച്ചില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. സ്കാനിങ് കഴിഞ്ഞു, നമ്മൾ റിപ്പോർട്ട് വാങ്ങിച്ചു. അപ്പം റിപ്പോർട്ട് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇനി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരാൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. എന്തോ വേണ്ട കുഞ്ഞിനെ കഴിക്കാൻ? കേക്ക് മതിയോ? കേക്ക് വൈകിട്ടേ വരത്തുള്ളൂ. ജ്യൂസ് വാങ്ങിച്ചേട്ടെ, ജ്യൂസ്. അപ്പം ഇനി കഴിക്കാൻ പോവാണ്. കഴിക്കാൻ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഡോക്ടർ എന്താ പറയുന്നത് നോക്കിയിട്ട് നമുക്ക് കാണാം. അല്ലേ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. അമ്മയ്ക്കും ഇപ്പം ഡോക്ടറിനെ കാണാനായിട്ട് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. കുറച്ചിങ്ങോട്ട് മാറിയാണ് ഇരിക്കുന്നത്. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പം ഇങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു അൺബോക്സിങ് വീഡിയോ വരുന്നുണ്ട് ഉടനെ തന്നെ. കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച മെറ്റേണിറ്റി കിറ്റാണ് അത്. നിയ മെറ്റേണിറ്റി, അവിടുത്തെ ആ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് ഞാൻ വീഡിയോയ്ക്കകത്തൂടെ കാണിക്കാം. ഇപ്പം നമ്മൾ ലാബിലാണ് ഉള്ളത്. ഇപ്പം എൻ്റെ ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിന് കറക്റ്റ് വെയിറ്റ് ഉണ്ട്, 1 കിലോയോളം ഉണ്ട്, 1.25 കിലോയോളം വരുന്നുണ്ട്. പിന്നെ ബ്രീച്ച് പൊസിഷനാണെന്നാണ് പറഞ്ഞത്. അപ്പം തല മേളിലും കാല് താഴെ. അപ്പം പിന്നെ ആൻറ്റീരിയറും കൂടെ ആയതുകൊണ്ട് നമുക്ക് അത്ര ഇതായിട്ട് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ, അത് കാണിച്ചു. ബ്ലഡ് ടെസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റിന് ഇപ്പം ഞങ്ങൾ ലാബിൽ വന്നിരിക്കുകയാണ്. അമ്മ ബ്ലഡ് കൊടുക്കാനായിട്ട് ഭാഗത്തേക്ക് കയറി. ഇനി സ്കാനിങ്ങും കൂടെ ഉണ്ട്, അന്ന് വരണം. അന്ന് വന്നിട്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ.
എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഹാപ്പി ആയിട്ടിരിക്കാൻ പറഞ്ഞു ഡോക്ടർ. ടാറ്റ കൊടുത്തേ.